അമിതമായി ചിന്തിക്കുന്നത് ഒരു മോശപ്പെട്ട സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങളും ഇത് സൃഷ്ടിക്കുന്നു. മനസ്സിനെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. മനസ്സ് ഒരു ചേമ്പില പോലെയാവണം. വന്നു ചേരുന്നതിനെല്ലാം ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകിയിറക്കുന്ന ചേമ്പില പോലെ. അസൂയാലുക്കളായ ആളുകളെ വെറുക്കരുത്. അവർ അസൂയപ്പെടുന്നതിൻ്റെ കാരണം നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ടവർ ആണെന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ തോറ്റാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ജയിക്കില്ല. തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ വട്ടമിട്ട് പറന്നാലും നാം സ്വയം തീരുമാനിക്കാതെ ആർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. ഒന്ന് ചിരിച്ചാൽ തീരുന്ന പിണക്കങ്ങളുണ്ട്. ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. ഒരു വാക്കിൽ ഒഴിവാകുന്ന സങ്കടങ്ങളുണ്ട്. ഇതൊന്നും തിരിച്ചറിയാത്ത മനുഷ്യരുമുണ്ട്. വാശി കൊണ്ട് ആരും എവിടെയും വിജയിക്കുന്നില്ല. ഓരോ മനസ്സിനെയും വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എപ്പോഴും ഒരു നല്ല വ്യക്തിയായിരിക്കുക. പക്ഷെ അത് തെളിയിക്കാൻ നിങ്ങളുടെ സമയം പാഴാക്കരുത്. മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിലെ നന്മയും മേന്മയും വേഗം മനസ്സിലാക്കും. അല്ലാത്തവർക്ക് ഒരു ജന്മം മതിയാകില്ല. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ഭൂമിയിൽ വെച്ച് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനവും സ്ഥാനവും അതായിരിക്കും. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ച് ചെയ്യുക. കേട്ടറിവ് വച്ച് ആരെയും വിലയിരുത്താതിരിക്കുക. ഒരുപക്ഷെ കേട്ടതെല്ലാം മറ്റാരുടെയോ വെറും ഊഹം മാത്രമായിരിക്കും. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. തനിച്ചാക്കി പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും ജീവൻ തുല്യം സ്നേഹിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങളെ തീരാ ദുഃഖത്തിലാക്കും. മനുഷ്യരാണ്, മാറും, മറക്കും. അവരുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും മാറും. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആരാധനാലയം ആശുപത്രിയാണ്. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും മനസ്സറിഞ്ഞ് ഈശ്വരനെ വിളിക്കുന്ന ഏക ഇടം. കർമ്മഫലം എന്നൊന്നുണ്ട്. അത് അനുഭവിക്കാതെ ആർക്കും ഈ മണ്ണ് വിട്ട് പോകാൻ കഴിയില്ല. ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ അദൃശ്യമായ ഒരു ശക്തി കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താൻ പോകുന്ന കഴിവുകളൊന്നും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. എല്ലാ നഷ്ടത്തിനു ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നിൽ ആളുണ്ട് എന്ന ധൈര്യത്തിൽ ഒരിക്കലും നടക്കരുത്. വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെയും. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയും മനസ്സിന് ധൈര്യവും കൂടും. വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാൻ എളുപ്പമാണ്. പ്രവൃത്തികൾ കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് പ്രയാസം. പച്ചവെള്ളത്തിന് പോലും ആരുടെ മുന്നിലും ബാധ്യത വയ്ക്കരുത്. അവസരം കിട്ടിയാൽ അതും വിളിച്ചു പറയുന്ന കാലത്തിലൂടെയാണ് നമ്മുടെ യാത്ര. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്.